ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം. ഇന്നത്തെ നമ്മുടെ യാത്ര ഹോളി സ്പിരിറ്റ് ദേവാലയത്തിലേക്കാണ്. പനാജി ബസ് സ്റ്റാൻഡിൽ നിന്നും മഡ്ഗോൺ പോകുന്ന ബസ്സിൽ കയറി മഡ്ഗോൺ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക. ഗോവയിലെ ദീർഘദൂര ബസ്സുകൾ എല്ലാം തന്നെ AC ഉള്ളവയാണ്. AC ബസ്സുകളിലെ യാത്രാ നിരക്ക് മറ്റ് ബസ്സുകളിലേതുപോലെ തന്നെയാണ്. വെറും 35 രൂപയുടെ യാത്രാ ദൂരം മാത്രമാണ് പനാജിയിൽ നിന്നും മഡ്ഗോണിലേക്ക് ഉള്ളത്. ഞാൻ മഡ്ഗോൺ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഗൂഗിളിൽ ഹോളി സ്പിരിറ്റ് ദേവാലയം മാർഗോ എന്ന് അടിച്ചു കൊടുത്തപ്പോൾ 1.5 കിലോമീറ്റർ ദൂരമാണ് കണ്ടത്. വെയിൽ ഇല്ലാത്ത സമയം ആയതുകൊണ്ടും നടന്നുകൊണ്ടുള്ള കാഴ്ചകൾ കാണുവാൻ ഇഷ്ടമായതിനാലും നടക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഇടയ്ക്ക് സംശയ നിവാരണത്തിനായി ആളുകളോട് പള്ളി നിൽക്കുന്ന റോഡിനെ കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു. അങ്ങനെ നടന്ന് ഞാൻ പള്ളിയുടെ മുറ്റത്ത് എത്തിച്ചേരുകയും ചെയ്തു. പള്ളിക്ക് ചുറ്റും പോർച്ചുഗീസ് വാസ്തുവിദ്യയെ അനുസ്മരിപ്പിക്കുന്ന നിരവധി വീടുകൾ കാണുവാൻ കഴിഞ്ഞു. പള്ളിയോട് ചേർന്ന് കുട്ടികൾ പുൽക്കൂട് തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഗോവയിലെ ക്രിസ്തുമസ് ഒരുക്കങ്ങൾ വളരെ മനോഹരമാണ്. ഇടവകയിലെ സകല ഭവനങ്ങളും ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. പള്ളിയിൽ വിശ്വാസികൾ ദിവ്യബലിക്കായി ഒരുങ്ങുന്നു. സകല വിശ്വാസികളും കുർബാനയ്ക്ക് 5 മിനിറ്റ് മുന്നേ പള്ളിയകത്ത് ഉണ്ട്. ഇതാണ് യഥാർത്ഥമായ ആരാധന. ദിവ്യബലി അർപ്പിക്കുവാൻ എത്തുന്ന വൈദികരും അൾത്താര ബാലന്മാരും ഗായകരും ആഘോഷമായി പ്രദക്ഷിണമായാണ് മദ്ബഹായിൽ പ്രവേശിക്കുന്നത്. സീറോ മലബാർ സഭയുടെ പഴയ കുർബാന പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് എപ്രകാരം എഴുതി പിടിപ്പിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ അതിമനോഹരമായ ബലിയർപ്പണം വർഷങ്ങൾക്കു ശേഷം ആദ്യമായി ഞാൻ കാണുകയാണ്. തിരുക്കർമ്മ സമയത്ത് മൊബൈൽ ഫോൺ പൊക്കിപ്പിടിച്ച് പടം എടുക്കുന്നത് വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഫോൺ എടുത്തപ്പോൾ അടുത്തു നിൽക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും കോപത്തോടെ എന്നെ നോക്കുന്നതായി കണ്ടു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും മറ്റൊരു പള്ളി കൂടി സന്ദർശിക്കുവാൻ പ്ലാൻ ഉള്ളതുകൊണ്ടും മാത്രമാണ് തിരുക്കർമ്മ സമയത്ത് മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുത്തത്. പിറ്റേ ദിവസം ഇതേ റൂട്ടിലൂടെ മടങ്ങി വരുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഈ പള്ളിയിൽ കയറുകയും എനിക്ക് ഇഷ്ടപ്പെട്ട ചില ചിത്രങ്ങൾ മൊബൈലിലേക്ക് പകർത്തുകയും ചെയ്തു. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കുകയും ഇവിടെയുള്ള തദ്ദേശീയരായ ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ ക്രൂരതകൾ കണ്ട് ഭയന്ന തദ്ദേശീയർ പലരും വീടും നാടും ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്തു. ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. പോർച്ചുഗീസുകാർ തങ്ങളുടെ മതത്തിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി തകർത്തു കളഞ്ഞ ദാമോദർ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്താണ് ഈ പള്ളിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളും പൂജാ വിഗ്രഹങ്ങളും പൂജാ സാധനങ്ങളും എല്ലാം ഹൈന്ദവർക്ക് തന്നെ തിരിച്ചു നൽകപ്പെടുകയും അവർ അതുമായി മറ്റൊരിടത്ത് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. തകർക്കപ്പെട്ട ക്ഷേത്രം നിലനിന്നിരുന്ന ഈ ഉയർന്ന പ്രദേശം പിന്നീട് കാട് കയറി നശിക്കുകയും ഉപേക്ഷിക്കപ്പെടുകയും പോർച്ചുഗീസ് സർക്കാരിന്റെ അധീനതയിൽ ആവുകയും ചെയ്തു. ഗോവയിലെ മാർഗോ പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം സുവിശേഷ പ്രഘോഷണത്തിനായി ഗോവയിൽ എത്തിച്ചേർന്ന ജെസ്യൂട്ട് മിഷണറിമാർക്ക് 1560 ദൈവാലയവും സെമിനാരിയും നിർമ്മിക്കുന്നതിനായി സർക്കാർ വിട്ടു നൽകി. ജെസ്യൂട്ട് മിഷണറിമാർ 1564 ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിന് സമർപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിർമ്മിക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണ് ഇത്. 1571 എങ്ങനെയോ ദേവാലയത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു. മേൽക്കൂരയും മറ്റു സാധനങ്ങളും പൂർണ്ണമായും കത്തി നശിക്കുന്നു. ജെസ്യൂട്ട് മിഷണറിമാർ നാട്ടുകാരുടെ സഹായത്തോടെ ദേവാലയം പുനർനിർമ്മിച്ച് 1572 വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു.
1578 പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് ദൈവാലയം തകർന്നു വീഴുന്നു. സ്ഥിരോത്സാഹികളും സേവന തൽപരരും വിശ്വാസ തീഷ്ണതയുമുള്ള ജെസ്യൂട്ട് മിഷണറിമാർ രണ്ടാമതും പള്ളി പുനർനിർമ്മിച്ച് 1580 വിശ്വാസികൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തു. എന്നാൽ ഈ പള്ളിയുടെ തറഭാഗം ഭൂമിയിലേക്ക് താഴുന്നതിൻ്റെ ഫലമായി പള്ളിയുടെ ഒരു ഭാഗം 1589 തകർന്നു വീണു. ഇത് വിശ്വാസികളിൽ മനോവിഷമം ഉണ്ടാകുന്നതിന് കാരണമായി. വിശ്വാസികളുടെ നിരന്തരമായ പ്രാർത്ഥനകളുടെയും ഉപവാസത്തിൻ്റെയും ഫലമായി തകർന്ന ഭാഗം ഉൾപ്പെടെ പള്ളി വീണ്ടും പുനർനിർമ്മിച്ച് 1595 കൂദാശ നടത്തി. മൂന്നാമതും പുതുക്കി നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയിൽ 1604 ആയപ്പോഴേക്കും വിശ്വാസികളുടെയും ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ച കുടുംബങ്ങളുടെയും എണ്ണം വർദ്ധിച്ചതിനാൽ പള്ളി വീണ്ടും പുതുക്കി പണിയേണ്ടതായി വന്നു. 1610 നാലാമതും പുതുക്കി നിർമ്മിക്കപ്പെട്ട ഈ പള്ളി 1645 വരെ നിലനിന്നു. പക്ഷേ മുസ്ലിം കലാപകാരികൾ പള്ളിയും അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന ജെസ്യൂട്ട് സെമിനാരിയും പിടിച്ചടക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്തു. തകർക്കപ്പെട്ട പള്ളിയും സെമിനാരിയും വീണ്ടും ആരാരുമില്ലാതെ അവഗണിക്കപ്പെട്ടു കിടന്നു. പ്രദേശവാസികളായ ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നടത്തുവാൻ ദൂരെയുള്ള പള്ളികളെ ആശ്രയിക്കേണ്ടി വന്നു. ജെസ്യൂട്ട് മിഷണറിമാർ പോർച്ചുഗീസ് സർക്കാരിൻ്റെ സഹായത്തോടെ പ്രദേശവാസികളായ ക്രിസ്ത്യാനികളും കൂടി ചേർന്ന് 1675 ബാറോക്ക് വാസ്തുവിദ്യാശൈലിയിൽ ദൈവാലയം പുനർനിർമ്മിച്ചു. അഞ്ചാമതായി പുനർനിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം ഇന്നും അതുപോലെ തന്നെ നിലനിന്നു പോരുന്നു. ഗോവയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പുനർനിർമ്മിക്കപ്പെട്ട ഒരു ദേവാലയമാണ് ഹോളി സ്പിരിറ്റ് ദേവാലയം. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ ഈ പ്രദേശം ചർച്ച് സ്ക്വയർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. മർഗോവയിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയം ആണ് ഇത്. ഗോവയിൽ 1500 മുതൽ 1650 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ച ദൈവാലയങ്ങൾക്ക് സമാനമായി തന്നെയാണ് ഈ ദേവാലയത്തിൻ്റെ അകവും പുറവും നിർമ്മിച്ചിട്ടുള്ളത്. അൾത്താര സ്വർണ്ണവർണ്ണത്താൽ ശോഭിതമാണ്. ഒന്നാമത്തെ നിലയുടെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സഭയിൽ വന്നതിനെ സൂചിപ്പിക്കുന്നു. അതിൽ പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും, വലതുവശത്ത് ഈശോയുടെ മാമോദിസ, ഇടതുവശത്ത് ഉത്തിതനായ ഈശോ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നത്, മുകളിലെ നിലയുടെ നടുവിൽ കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം, ഇടതുവശത്ത് മാതാവിനെയും വലതുവശത്ത് യൗസേപ്പ് പിതാവിനെയും കാണുവാൻ കഴിയും. പ്രധാന അൾത്താരയ്ക്ക് പുറമെ ഇരുവശങ്ങളിലുമായി 2 അൾത്താരകൾ കൂടി ഉണ്ട്. തൂക്കിയിട്ടിരിക്കുന്ന സ്ഫടിക വിളക്കുകൾ രാത്രിയിൽ പള്ളിയകത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നു. കൂടാതെ തൂങ്ങപ്പെട്ട ക്രിസ്തു രൂപവും വിമല ഹൃദയ രൂപവും എല്ലാം വളരെ മനോഹരങ്ങളാണ്. ബാൽക്കണിയിൽ വിശ്വാസികൾക്ക് കുർബാനയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ട്. പൾപിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പ്രസംഗപീഠം ദേവദാരു മരത്തിൽ നിർമ്മിച്ച് അതിമനോഹരമായ കൊത്തുപണികൾ ചെയ്തിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ പ്രാവിനു പോലും ജീവസുറ്റ ചൈതന്യം ഉള്ളതായി തോന്നും. പള്ളിയുടെ അൾത്താരയിൽ പകൽ സമയത്ത് വെളിച്ചം ഉണ്ടാകുന്നതിനായി സീലിംഗിൻ്റെ വശങ്ങളിൽ വിൻഡോകൾ ഉണ്ട്. കൂടാതെ പള്ളിയുടെ മുഖവാരം പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനാൽ സൂര്യാസ്തമയ വെളിച്ചം അൾത്താരയിലെ ക്രൂശിത രൂപത്തിൽ ലഭിക്കുന്ന തരത്തിൽ മുഖവാരത്തിൽ വലിയ ഒരു ലൈറ്റ് ഹോൾ നിർമ്മിച്ചു ചേർത്തിട്ടുള്ളതായി കാണുവാൻ കഴിയുന്നതാണ്. വൈകുന്നേരങ്ങളിൽ സൂര്യരശ്മികൾ അൾത്താരയിലെ ക്രൂശിത രൂപത്തിൽ കേന്ദ്രീകരിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ ക്രൂശിത രൂപം 1675 പള്ളി പുതുക്കി പണിതപ്പോൾ ജെസ്യൂട്ട് മിഷണറിമാർക്ക് പോർച്ചുഗീസ് സർക്കാർ നൽകിയതാണ്. ഗോവയിലെ മർഗോവയിലുള്ള ഹോളി സ്പിരിറ്റ് ഇടവക ദേവാലയത്തിലെ കത്തോലിക്ക കുടുംബങ്ങളുടെ എണ്ണം 3000-ൽ അധികമാണ്. സ്കൂളുകൾ, ആസ്പത്രികൾ, വിവിധ സന്യാസ സഭകൾ, വിവിധ ചാപ്പലുകൾ, കോൺവെന്റുകൾ ഇവ ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. പെന്തക്കോസ്തു ഞായറാഴ്ചയാണ് ഈ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 50-ാം ദിവസമാണ് പെന്തക്കോസ്തു ഞായർ.
ഈ വർഷത്തെ തിരുനാൾ ജൂൺ 8-ാം തീയതി ആണ്. ഒരു ആഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പള്ളിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാകുവാൻ പരിശ്രമിക്കുമല്ലോ. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.